ചെടിയെ പറ്റി പറയുകയാണ്. ഇതാണ് ഇൻസുലിൻ ചെടി. കണ്ട, ഇൻസുലിൻ ചെടി കണ്ട. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ കളറെന്ന് പറയുന്നത് ഇതാണ്. ഇതേ കണ്ട, പൂവിൻ്റെ കളർ മഞ്ഞ കളറാണ്. കണ്ട, മഞ്ഞ. ഇതിൻ്റെ ചുമപ്പ് കളറിലുണ്ട്. ഇതിൻ്റെ പൂവിനോട് ചേർന്ന ഭാഗം കണ്ട, ഇത് മറ്റേ പൈനാപ്പിളിൻ്റെ കാടായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയണത്. അപ്പോൾ വേറെ ഒരു ഇനവും കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇൻസുലിൻ ചെടിയല്ല ഇത്. കണ്ട, ഇപ്പം ഇൻസുലിൻ ചെടി പോലെയാണ് ഇരിക്കണത്. ഇത് മറ്റേ ഇൻസുലിൻ ചെടിയല്ല. ഇതിൻ്റെ പൂ കണ്ട, അതെ കണ്ട, പൂ കണ്ട, ഇത് പൂ കണ്ട, ഇതേപോലെ ഇരിക്കുക. ഇൻസുലിൻ ചെടിയാണെന്നും പറഞ്ഞ് ചിലവർ ഇത് മറ്റേ ഷുഗറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതല്ല. ആ ഇൻസുലിൻ ചെടിയുടെ ഫാമിലിപ്പെട്ടാണ്. പക്ഷേ ഇത് വേറെ ഔഷധയോഗ ആയുർവേദ ഔഷധത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ള ചെടിയാണെന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ്. അപ്പോൾ ഇതിന് ഇൻസുലിൻ ചെടിക്ക് പുളിയുണ്ട്. ഇതിനൊരു രുചി പോലും ഇല്ല. ചവച്ച് നോക്കി അറിയാം. അപ്പോൾ എല്ലാം നോക്കി അറിയാം ഇൻസുലിൻ ചെടി വളഞ്ഞ് തന്നെ. കണ്ട, ഇപ്പോൾ കാണിച്ചത് ഇല വളഞ്ഞു. അപ്പോൾ ഇതിനെ തീച്ചനോട് വളഞ്ഞാണ് ഇല പോണത്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വളഞ്ഞ് അതെ അതെ കണ്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ചെടിയിൽ വളർന്ന ചെടിയാണിത്. അതെ, ചെടിയിൽ വളർന്ന ചെടിയാണ്. അതും ഇതുപോലെയാണ് വളർന്നത്. കണ്ട, വളഞ്ഞിരിക്കണം. കേട്ടോ, ഇത് നേഴ്സറിയിൽ നിന്ന് ഇതേപോലെയാണ് കിട്ടണത്. അപ്പോൾ ഇത് ചെറുതാകാൻ കാര്യം എന്ന് വെച്ചാൽ ചെടിച്ചട്ടി വളർന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ വളരുമ്പോൾ ഇത്രയും സൈസിൽ വരും. വലിയ ഇലയായിരിക്കും ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതാണോ ചെടി അതാണോ ചെടി എന്നൊരു സംശയം ഉണ്ടാവും. ഇത് തന്നെ രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഇത് പറമ്പിലും ഈ ചാലുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുള്ള ഒരുവിധം വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പൂ കണ്ടാൽ ശ്രദ്ധിച്ചറിയാം. ഇതാണ് പൂ. പൈനാപ്പിളിൻ്റെ കൂട്ട് ഒരു ഇതുണ്ട് ഇവിടെ. കണ്ട, അത് കഴിഞ്ഞാണ് പൂവുണ്ടാകണം. കണ്ട, അപ്പോൾ ഇതാണ് ചെടി. അപ്പോൾ ഇത് ശാസ്ത്രനാമം എന്ന് പറയുന്നത് ചാമയി കോസ്റ്റസ് കസ്പിഡേറ്റസ് എന്നാണ് ഇതിൻ്റെ പേര്. ഫാമിലിയിൽ കോസ്റ്റാസിയ എന്നാണ് ഇതിൻ്റെ ഫാമിലി പറയണത്. അപ്പോൾ ഈ ചെടി ഈ ഫാമിലി, അപ്പം നേരത്തെ കാണിച്ച ചെടി എന്ന് പറഞ്ഞാൽ അതും ഈ ഫാമിലിപ്പെട്ടാണ്. പക്ഷെ അത് ഇത് ഔഷധം ആ ചെടിക്കും ഉണ്ട്. പക്ഷേ അത് ഇതേപോലെ ഇരിക്കുന്ന ചെടി അല്ലെന്ന് പറഞ്ഞ ചെടിക്കും ഔഷധ ഗുണമുള്ളതാണ്. പക്ഷേ ഇതാണ് ഷുഗറിന് ഉപയോഗിക്കുന്നത്, ആ ചെടിയല്ല. അതേപോലെ തന്നെ ആ ചെടിയുടെ കൂട്ട് ഈ ചെടിയുടെ കൂട്ട് തന്നെ അതിരിക്കുന്നത്. പക്ഷേ ഇതാണ് ഒറിജിനൽ. പിന്നെ തിരിച്ചറിയണ ഇതാണ്. ഇല തിന്നു കഴിഞ്ഞാൽ പുളി ഉണ്ടാവും. പുളിപ്പുണ്ടെങ്കിൽ ഒറിജിനൽ ഇൻസുലിൻ ചെടിയാണ്. അപ്പോൾ ഇൻസുലിൻ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ആ ശരീരത്തിലടങ്ങിയ പഞ്ചസാര നിയന്ത്രിച്ച് ഇൻസുലിൻ ഏറ്റെടുക്കും. അപ്പോൾ ഇൻസുലിൻ ഏറ്റെടുക്കും. അപ്പോൾ ശരിയായ രീതിയിൽ ഉൽപ്പാദനം ശരിയില്ലെങ്കിൽ ഷുഗർ വരും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനാണ് ഹോർമോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെടി കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കഴിയും. അതിനെയാണ് കഴിയും. അപ്പോൾ അത് സഹായിക്കുന്നത് ഈ ഇൻസുലിൻ പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇൻസുലിൻ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചീരയായിട്ട് തോരനായിട്ട് കഴിക്കും. അത് കഴിക്കുക എന്ന് പറയണത് നമ്മളെ ഇതിൻ്റെ ഇല കുനുകുനാന്നിങ്ങനെ ചെറിയ ചീര അരിയണ പോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും തേങ്ങാപ്പീരങ്ങളും ഒരുക്കി വെക്കണം എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിന് വെള്ളം ചേർക്കാതെയാണ് ഇത് പാചകം ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇഞ്ചി ഉള്ളി കാന്താരി മുളക് കൂടി ചേർത്തിട്ട് വയറ്റിൽ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ഇത് ആ ഒരുക്കി വെച്ച സാധനം എല്ലാം അതിൻ്റെ അകത്ത് ഇടുക. അപ്പോൾ ഇത് ഇങ്ങനെ ചൂടാക്കുന്ന ഒരു വളിവെളുപ്പുണ്ടാവും. അത് കാര്യം എന്ന് ഇതിൽ പുളി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ വളിവെളുപ്പുണ്ടാകുമ്പോൾ അത് നമ്മൾ ചൂടാക്കി അത് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് തിന്നാൻ പറ്റുന്ന വളിവെളുപ്പ് മാറുന്നവരെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അടച്ച് വെച്ച് ചെറുതായിട്ട് കുറച്ച് നേരം ചൂടാക്കിയിട്ട് അത് നോക്കണം. എന്നിട്ട് അത് ഏത് പരുവാണ് നമ്മൾ ടേസ്റ്റിന് പറഞ്ഞാൽ അതിൻ്റെ വളിവെളുപ്പ് കുറഞ്ഞ് നോക്കിയിട്ട് അത് അതിനനുസരിച്ച് ചൂടാക്കി നമ്മൾ പാചകം നിർത്തിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഇറക്കി വെച്ചിട്ട് കഴിക്കാം. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ചെയ്യാൻ അടിച്ച് കഴിക്കാം ഇതിൻ്റെ ചെടി. ഈ ചമ്മന്തി അരിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇല ആവശ്യത്തിന് ഇതിൽ കാന്താരി മുളകും ഉള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അത്
ഒക്കെ കൂടി ചേർത്ത് നമ്മൾ ചമ്മന്തി അരയ്ക്കണ സാധാരണ അരയ്ക്കണ പോലെ ചമ്മന്തി അരച്ച് അങ്ങനെയും കഴിക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് പച്ചക്കും തിന്നാം. പച്ചക്ക് തിന്നാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇടയ്ക്ക് ഓരോ ഇലയോ 2 ഇല വെച്ച് തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഷുഗർ നോർമലാവുന്ന പറയണം. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ചെടി ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതുപോലെയുള്ള ചാനൽ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീഡിയോ ഇതുപോലെ കാണണം. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ ഇതുപോലെ ഇടുന്നതാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചെടി ഇപ്പം നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ വലിപ്പമേ കാണുകയുള്ളൂ. ഈ കാണുന്നതിൻ്റെ പറമ്പിലും വെള്ളക്കെട്ട് ഇത്തിരി കുറഞ്ഞ സ്ഥലത്തൊക്കെ വളരുന്ന ഒരു ചെറിയ ഇലയാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ അത് കഞ്ഞിക്കാണെങ്കിൽ തോരൻ വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ പാചകം കറക്റ്റ് ചെയ്യണം. മറ്റേ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അതേ രീതിയിൽ പാകപ്പെടുത്തി തോരൻ വയ്ക്കാവും. പിന്നെ ഇത് നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഡോക്ടറുടെ അറിവ് കൂടി നേടേണ്ടതാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.